നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് എടുത്ത് മാറ്റിയെന്ന് വിചാരിക്കുക. നമ്മളിത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോ സെൻസ് ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ആവും, അതേപോലെ തന്നെ അതിൻ്റെ നോസിൽ ഓഫ് ആവും, അതായത് മോട്ടർ ഓഫ് ആവും. നമുക്ക് നോർമലി വർക്ക് ചെയ്യാത്തൊരു പമ്പിൽ നമ്മൾ ഈ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മുടെ വരാനിരിക്കുന്ന യുഗം സോളാറിൻ്റേതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിനോടകം തന്നെ നമ്മുടെ സോളാർ ലൈറ്റുകൾ അല്ലെങ്കിൽ സോളാറിൽ വർക്ക് ചെയ്യുന്ന മോട്ടറുകൾ ഇതെല്ലാം വളരെ കോമണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരു സോളാർ ഫൗണ്ടനും നിങ്ങൾ ഇതിനോടകം കണ്ടിരിക്കും. എന്നാൽ നമ്മുടെ നേരത്തെ വന്നുകൊണ്ടിരുന്ന സോളാർ ഫൗണ്ടനുകളിൽ നിന്ന് ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഈ സോളാർ ഫൗണ്ടൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന് വന്നിരിക്കുന്ന മെയിൻ മാറ്റങ്ങൾ, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അപ്ഗ്രേഡഡ് വേർഷൻ്റെ വില വരുന്നത് ഏകദേശം 3500 രൂപയാണ്. പതിവിൽ നിന്ന് വിപരീതമായി നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വില പറയുന്നത്, പലരും നമ്മൾ എന്ത് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയാലും അത് ആമസോണിൽ വിലക്കുറവിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. എന്താണ് ഈ പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കിയതാണ് പലരും അങ്ങനെ അതേപോലെയുള്ള കമൻറ്റുകൾ ഇടുന്നത്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇതിൽ വരുത്തിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബെറ്റർ എഫിഷ്യൻസി ഉള്ള സോളാർ പാനലുകളും അതേപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള LED ലൈറ്റുകളുമാണ്. നമ്മുടെ വെള്ളം ചാടുന്നതിൻ്റെ സെൻറ്ററിലായി അതിന് ചുറ്റുന്ന രീതിയിലും LED കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ചുറ്റുന്ന രീതിയിലും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൃദയഭാഗത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു 6 വോൾട്ട് 4 വാട്ട്സ് വരുന്ന ഒരു ചെറിയ ഫൗണ്ടൻ പമ്പ്, അത് സബ്മേഴ്സിബിൾ ടൈപ്പ് പമ്പാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ 6 വോൾട്ട് 4 വാട്ട്സ് വരുന്ന ഈ പമ്പ് ഏതെങ്കിലും കാരണവശാൽ ഫിൽറ്റർ അടയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചെറിയൊരു ചേമ്പറിലാണ് ഈ ഫിൽറ്റർ കൊടുത്തിരിക്കുന്നത്. ഈ ഫിൽറ്ററിൽ കരടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക. ഇനി ഇതേ ഫിൽറ്റർ തന്നെ 1 or 2 ഇതിൻ്റെ കൂടെ തന്നെ സ്പെയർ ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഫിൽറ്റർ തീരെ മോശമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാം. ഇതിൻ്റെ മോട്ടർ, ഇമ്പലർ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ കാണുകയും ചെയ്യുക. ഈ മോഡലിൻ്റെ എടുത്തു പറയാവുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4000 mAh വരുന്ന ഒരു ബാറ്ററി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൺലൈറ്റ് ഉള്ള സമയത്ത് രാവിലെ ഫുൾ ഡേ ഇത് വർക്ക് ചെയ്യും. അതായത് വെയിലുള്ള സമയം നോക്കി വെയിലുള്ള സമയത്തെല്ലാം ഇത് വർക്ക് ചെയ്യും. അതുകൂടാതെ ഇതിൻ്റെ ബാറ്ററിയിൽ നിന്നുള്ള പവർ ഉപയോഗിച്ച് നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള LED ലൈറ്റുകൾ ലൈറ്റ് സെൻസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള LEDകൾ രാത്രി സമയങ്ങളിൽ തനിയെ ഓണാവും. അതേപോലെ ഇത് കണ്ടിന്യൂസ് ആയി 4 മണിക്കൂറോളം ഇതിൻ്റെ ഈ ബാക്കപ്പ് പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഏകദേശം 7 നോസിലുകൾ, കാഴ്ചയ്ക്ക് ഏകദേശം ഒരേപോലെ തോന്നുമെങ്കിലും വ്യത്യസ്തമായിട്ട് വെള്ളം ചാടുന്ന ഒരു 7 നോസിലുകളാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് അത് കാര്യങ്ങളെല്ലാം നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഈ അറ്റാച്ച്മെൻറ്റുകൾ ഇതേപോലെ നമ്മൾ 4 പൊസിഷനിലായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ള ചെറിയ ട്യൂബുകൾ കണക്ട് ചെയ്യണം. അത് ഏകദേശം സെൻറ്ററിലായിട്ട് പൊസിഷൻ ചെയ്ത് ഇത് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു സൈഡ് ചേർന്ന് കിടന്നാൽ അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റെഡി ടു ഗോ ആണ്. ഇതെടുത്ത് ജസ്റ്റ് വെള്ളത്തിലിടുക. നമ്മുടെ അറ്റാച്ച്മെൻ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ വെള്ളത്തിലിടുക. 1 or 2 സെക്കൻഡിന് ശേഷം അത് തനിയെ പമ്പ് ചെയ്ത് കൊടുക്കും. ഇത് വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഇതിൽ വെള്ളം വറ്റിപ്പോവോ നിങ്ങളത് പുറത്തെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/2 സെക്കൻഡിനുള്ളിൽ ആ മോട്ടർ തനിയെ ഓഫ് ആവും. ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രയർ ആൻഡ് പ്രൊട്ടക്ഷൻ കമ്പനി തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വെള്ളമില്ലാത്തൊരു അവസ്ഥയിലോ നിങ്ങളിത് പുറത്തെടുത്ത് വയ്ക്കാലും വെയിലുള്ള സമയത്താണെങ്കിലും ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വെള്ളത്തിലിടുക. 2 സെക്കൻഡുള്ളത് വർക്ക് ചെയ്ത് തുടങ്ങും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിലുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പല നോസിലുകളും എനിക്ക് ഒരേ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങളുള്ള നോസിലുകളായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് വ്യത്യാസം വരും. ഏറ്റവും മാക്സിമം ഹൈറ്റുള്ള നോസിൽ കമ്പനി പറയുന്നത് 19 ഇഞ്ചാണ്. ഞാൻ നല്ല വെയിലുള്ള സമയത്ത് ടെസ്റ്റ് ചെയ്തതിൽ നിന്ന് ഏകദേശം ഒരു 14-15 ഇഞ്ച് വരെ ഹൈറ്റിലേക്ക് അത് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പല നോസിലുകൾ ഇൻ്റർചേഞ്ച് ചെയ്തിടാൻ വളരെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പോലെ ഓരോ നോസിലുകൾ ഇടാം. ഇതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഓരോ നോസിലിനും ഉള്ളൂ. വലിയ മാറ്റങ്ങളായിട്ട് നമുക്ക് പറയാനില്ല. കുറച്ചെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു നോസിലാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ്. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സൈഡിലേക്ക് പല വഴികളിലായിട്ട് വെള്ളം വീഴുന്നതാണ്. ഇതിപ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറവായതുകൊണ്ടാണ്. ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയിൽ നമുക്ക് വൈഡായിട്ട് വെള്ളം വീഴും. നമുക്കുള്ള നോസിലുകളിൽ വെച്ച് കറണ്ട് ലൈറ്റ് ഡെൻസിറ്റി വെച്ചിട്ട് ഏറ്റവും ഹൈറ്റിൽ പോകുന്ന ഇതാണ്. ഇത് ഏകദേശം ഒരു 13-14 ഇഞ്ചോളം പോകുന്നുണ്ട്. കുറച്ചുകൂടെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ കമ്പനി പറയുന്ന 19 ഇഞ്ചിലേക്ക് അത് ഉയരുകയും ചെയ്യും. ഇത് നമുക്ക് പല പല മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. മെയിനായിട്ട് ഇത് നിങ്ങളുടെ ഗാർഡനുകളുടെ സെൻറ്ററിൽ നിങ്ങൾക്ക് ഒരു താമരക്കുളമോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പേസിൽ നിങ്ങളിത് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും അതേപോലെ തന്നെ രാത്രി നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാത്രി നടത്തുന്ന ഈ ഔട്ട്ഡോറിലെല്ലാം നടത്തുന്ന ഇവൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു ചെറിയ ലെഗിൽ ഇതേപോലെ ഒരു പാത്രം, ഇതിപ്പോൾ നമ്മളൊരു സിമെൻറ്റ് ചട്ടിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ, അതേപോലെ നിങ്ങൾക്കൊരു പാത്രം പോലെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ടാലൻ്റ് അനുസരിച്ച്
പല പല രീതിയിൽ പല പല ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് അറിയേണ്ടത് രാത്രിയിലെ ഭംഗിയാണ്. ഇനി നമുക്ക് നേരെ രാത്രി സമയമാകുമ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മളപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് പോകാനുള്ള വെയിറ്റിങ്ങിലാണ്. ആ സമയത്താണ് നമുക്കൊരു ലൈറ്റ് കിട്ടിയത്. ജസ്റ്റ് ഒരു ഫൺ പാർട്ട്. നമുക്ക് നോർമലി വർക്ക് ചെയ്യാത്തൊരു പബ്ബിൽ നമ്മൾ ഈ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിങ്ങനെയൊന്നും വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയല്ല, എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യും. കണ്ടോ, സൺലൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം വർക്ക് ചെയ്യും. ലൈറ്റ് ഒന്ന് മാറ്റുമോ, ലൈറ്റ് മാറ്റിയാൽ അതേപോലെ തന്നെ പോവുകയും ചെയ്യും. നമ്മൾ ഏകദേശം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മണിയോട് കൂടിയാണ്. ആ സമയത്ത് നല്ല ഹൈറ്റിൽ നല്ല രസത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായി. ഞങ്ങൾ ആദ്യം ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലായിരുന്നു ഇത് വെച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റിൽ വെള്ളം പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് സ്ലോലി അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. ഒരു 5:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് തീരെ പോയി. ജസ്റ്റ് സൺലൈറ്റ് ഇല്ലാത്തൊരു കണ്ടീഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ട് പിന്നെ അതിങ്ങനെ തുമ്മി വരുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി കംപ്ലീറ്റ് ലൈറ്റ് മാറിക്കഴിഞ്ഞാൽ മാത്രമേ, കംപ്ലീറ്റ് ഡാർക്ക് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആവുള്ളൂ. ആ സമയത്തിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുണ്ട്. ഇനി ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഇത് ഓൺ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ്. യെസ്, ഇതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. നമ്മളിത് ഇരുട്ടത്ത് ഇത് വെച്ച് കഴിയുമ്പോൾ ഇതിൽ ക്യാമറയിൽ എത്ര ഭംഗിയിൽ ഇത് പിക്ക് ചെയ്യുന്നുണ്ട് എന്നറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ്. അത് പല കളറിൽ അതിൻ്റെ സൈഡിലും സെൻറ്ററിലും ആ വെള്ളം ചാടുന്നതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ കാണുന്ന പോലെ കംപ്ലീറ്റ് ഡാർക്ക് ആയതിനു ശേഷം അതിൻ്റെ ചുറ്റുമുള്ള ലൈറ്റുകൾ ഞാൻ ആ പറഞ്ഞ വെള്ളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ലൈറ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അത് കളർ ചേഞ്ചിങ് ആണ്. റെഡ് അങ്ങനെ പല പല കളറുകൾ മാറി വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ടോട്ടൽ ഇരുട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഗാർഡൻ്റെ നടുക്കോ നിങ്ങളുടെ ഒരു ഹോട്ടൽ സ്റ്റാർ ഹോട്ടലുകൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ ഫൗണ്ടനുകളായിട്ട് സെറ്റ് ചെയ്യാം, ഗാർഡൻസിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ പല സ്പേസുകളിൽ അല്ലെങ്കിൽ രാത്രി ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഓപ്പൺ സ്പേസിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണിത്. നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് എടുത്ത് മാറ്റിയെന്ന് വിചാരിക്കുക. നമ്മളിത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോ സെൻസ് ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ആവും, അതേപോലെ തന്നെ അതിൻ്റെ നോസിൽ ഓഫ് ആവും, അതായത് മോട്ടർ ഓഫ് ആവും. തിരിച്ച് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റും തനിയെ ഓണാവും, അതേപോലെ തന്നെ നമ്മുടെ മോട്ടറും തനിയെ ഓണാവും. ഇതേ ഐറ്റം തന്നെ ആമസോണിൽ വില കുറവിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. മറിച്ച് ഇതുപോലെ ഇരിക്കുന്ന മറ്റൊരു ഐറ്റംസോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇല്ലാത്ത മറ്റൊരു ഐറ്റമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.